വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അബ്ദുള്ള സാറാണ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എസ്എ ക്വസ്റ്റ്യൻസുമായിട്ടാണ്. ഓക്കെ, നമുക്ക് എന്തായാലും രണ്ട് എസ്എ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, ഈ രണ്ട് ക്വസ്റ്റ്യൻസും ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. മക്കളെല്ലാവരും ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ത്രൂ ഔട്ട് ക്ലാസ് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യാം, മാക്സിമം ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും നല്ല മാർക്കോട് കൂടി പാസ് ആവട്ടെ അല്ലേ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് തന്നെ നമുക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് എൻഷ്രൈൻഡ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന മൗലിക അവകാശങ്ങളെ കുറിച്ച് വിശദീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം വന്നിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് എന്താണ് മൗലിക അവകാശങ്ങൾ എന്ന് എന്ത് ചെയ്യണം മക്കൾ, ഒരു പാരഗ്രാഫിൽ അവിടെ കൊടുക്കുക. ഓക്കെ, ഈ പറയുന്ന പോലെ തന്നെ ഏതൊരു പൗരനും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത, ഒരു കാരണവശാലും ഡിനൈ ചെയ്യപ്പെടാൻ പാടില്ലാത്ത, കോൺസ്റ്റിറ്റ്യൂഷനിൽ ഗ്യാരണ്ടി ചെയ്യുന്ന, എല്ലാ ആളുകൾക്കും ഗ്യാരണ്ടി ചെയ്യുന്ന അവകാശങ്ങളാണ് എന്ത് പറയുന്നത്, മൗലിക അവകാശങ്ങളാണെന്ന് പറയുന്നത്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ അങ്ങോട്ട് കത്തിക്കുക. ഓക്കെ, ദെൻ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട് അല്ലെ. 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മക്കൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഏതൊക്കെയാണ്? റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്, ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് അല്ലെ. അപ്പൊ ഈ 6 മൗലിക അവകാശങ്ങളും അതിന്റെ ആർട്ടിക്കിൾ കൂടി എന്ത് ചെയ്യാം മക്കൾ അവിടെ മെൻഷൻ ചെയ്യുക. ഓക്കെ, ആർട്ടിക്കിൾ 14 to 18 ആണെന്ത്, റൈറ്റ് ടു ഇക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 19 to 22 ആണെന്ത്, റൈറ്റ് ടു ഫ്രീഡം അല്ലെ, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 23 to 24 ആണത് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ആർട്ടിക്കിൾ 25 to 28 ആണത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 29 to 30 ആണത് ഈ പറയുന്ന പോലെ തന്നെ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ് അല്ലെങ്കിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് ആർട്ടിക്കിൾ 32 റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് അല്ലെ, എന്താണ് ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരങ്ങൾക്ക് അല്ലെങ്കിൽ പ്രതിവിധിക്കുള്ള അവകാശം. അപ്പോൾ ദീസ് ആർ ദ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് എൻഷുർഡ് ബൈ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഇനി ഈ ഓരോ ആർട്ടിക്കിളും എന്തുണ്ടാവും, ഓരോ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതും മക്കൾ പഠിച്ചു പോകും. അത് എസ്എ ക്വസ്റ്റ്യൻ മാത്രമല്ല, MCQ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നാലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ആൻസർ ചെയ്യാൻ പറ്റണം. അപ്പൊ നമുക്ക് നോക്കാം ഓരോ ആർട്ടിക്കിളും. റൈറ്റ് ടു ഈക്വാലിറ്റി ആർട്ടിക്കിൾ 14 to 18 നമ്മൾ പറഞ്ഞു. അതിൽ ആർട്ടിക്കിൾ 14 എന്താണ്, ഈക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ആണ് അവിടെ വരുന്നത് അല്ലെ. ഈക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുമ്പിലും അതുപോലെ തന്നെ എന്താണ് എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യണം, നിയമ സംരക്ഷണവും ഒരുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നൽകുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റും. ആർട്ടിക്കിൾ 15 വരുമ്പോഴോ പ്രൊട്ടക്ഷൻ ഫ്രം ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസ് ഓഫ് റിലീജിയൻ, കാസ്റ്റ്, റേസ് എക്സെട്ര, എന്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള വിവേചനങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ആർട്ടിക്കിൾ 15 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർട്ടിക്കിൾ 16 വരുമ്പോഴോ എംപ്ലോയ്മെന്റിൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, ലൈക്ക് എല്ലാ ആളുകൾക്കും ഒരേപോലെ അവസര സമത്വങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പ് നൽകുക എന്നുള്ളതാണ് ആർട്ടിക്കിൾ 16 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർട്ടിക്കിൾ 17 വരുമ്പോഴോ അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ പോലുള്ള എന്തുണ്ട് പ്രവണതകളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ, നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു പണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അബോളിഷ് ചെയ്യുക, നിർത്തലാക്കുക, നിരോധിക്കുക എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആർട്ടിക്കിൾ 17 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർട്ടിക്കിൾ 18 അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്, പല സ്ഥാനപ്പേരുകൾ അല്ലെങ്കിൽ പല ഈ പറയുന്ന പോലെ തന്നെ പദവികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അബോളിഷ് ചെയ്തു. അതിനൊക്കെ ബേസിൽ ഒരാൾക്ക് പ്രത്യേക പ്രിവിലേജസോ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, കൊടുക്കുന്നില്ല. അപ്പൊ അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് ആണ് ആർട്ടിക്കിൾ 18 നമുക്ക് കാണാൻ പറ്റുന്നത്. ദെൻ നമ്മൾ റൈറ്റ് ടു ഫ്രീഡത്തിലേക്ക് വരുമ്പോൾ, ആർട്ടിക്കിൾ 19 to 22 ആണ് നമുക്ക് വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ 6 ഫ്രീഡം ആണ് ഈ പറയുന്ന ആർട്ടിക്കിൾ 19 എന്ത് ചെയ്യുന്നത്, എൻഷോർ ചെയ്യുന്നത്. ഓക്കെ, 6 ഫ്രീഡംസ് ആണ് എൻഷോർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ലൈക്ക് നമ്മൾ ഈ പറയുന്ന എന്താ പറയുക, റൈറ്റ് ടു ട്രാവൽ പോലെയുള്ള അല്ലെങ്കിൽ എന്താ പറയുക റൈറ്റ് ടു റിസൈഡ് എനിവെയർ ഇൻ ഇന്ത്യ പോലുള്ള എന്ത് ചെയ്യുന്നുണ്ട്, കുറേ അധികം അവകാശങ്ങൾ എന്തിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്, ഈ പറയുന്ന റൈറ്റ് ടു ഫ്രീഡത്തിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് അല്ലേ. ആർട്ടിക്കിൾ 19 6 ഫ്രീഡംസ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ ആർട്ടിക്കിൾ 20 വരുമ്പോഴോ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ആർബിട്രറി ആൻഡ് എക്സസീവ് പണിഷ്മെന്റ്. ഓക്കെ, ആർബിട്രറി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ എക്സസീവ് പണിഷ്മെന്റിന്, അന്യായമായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ എക്സസീവ് ആയിട്ടുള്ള പണിഷ്മെന്റിന് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ആർട്ടിക്കിൾ 20 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർട്ടിക്കിൾ 21 വരുമ്പോൾ റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ആണ് ഇതിൽ വരുന്ന മക്കളെ ആർട്ടിക്കിൾ 21 നമുക്ക് കാണാൻ പറ്റുന്നത്. ദെൻ ആർട്ടിക്കിൾ 22A വരുന്ന സമയത്ത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ ബിറ്റ്വീൻ ഏജ് ഓഫ് 6 to 14 ആണ് ഇതിൽ വരുന്നത്. ആർട്ടിക്കിൾ 21A നമുക്ക് കാണാൻ പറ്റുന്നത്. ദെൻ ആർട്ടിക്കിൾ 22 വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ആർബിട്രറി അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ എന്നുള്ളതാണ്. അന്യായമായിട്ടുള്ള കരുതൽ അല്ലെങ്കിൽ എന്താ പറയുക തടങ്കൽ നിൽക്കുള്ള സംരക്ഷണമാണ് ആർട്ടിക്കിൾ 22 എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റൈറ്റ് ടു ഇക്വാലിറ്റിയുടെയും റൈറ്റ് ടു ഫ്രീഡത്തിന്റെയും ഓരോ ആർട്ടിക്കിൾസ് നമ്മൾ എന്ത് ചെയ്തു, ചെക്ക് ചെയ്തു കഴിഞ്ഞിട്ടില്ല. ഇനിയും കുറെ അധികം റൈറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കഴിയില്ല അല്ലെ. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനിലേക്ക് വരാം. ആർട്ടിക്കിൾ 23 to 24 ആണ് നമുക്ക് നോക്കാനുള്ളത്. 23 ഫസ്റ്റ് നമുക്ക് നോക്കാം. പ്രൊഹിബിറ്റ്സ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീയിങ് ആൻഡ് ബെഗർ ആൻഡ് അതർ ഫോംസ് ഓഫ് ഫോഴ്സ്ഡ് ലേബർ അല്ലെങ്കിൽ ഹ്യൂമൻ ട്രാഫിക്കിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊഹിബിറ്റ് ചെയ്യുക. ഓക്കെ, എന്താ പറയുക, ഈ പറയുന്ന നിർബന്ധിതമായിട്ട് തൊഴിൽ ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ഈ പറയുന്ന മനുഷ്യ കച്ചവടം പോലെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊഹിബിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആർട്ടിക്കിൾ 23 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 24
Abolish child labor, prohibit the employment of children below the age of 14. Article 24, 14 years-ന് താഴെയുള്ള മക്കളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നതൊക്കെ അബോളിഷ് ചെയ്യും. ചൈൽഡ് ലേബറും കാര്യങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് ആർട്ടിക്കിൾ 24. ഓക്കെ, 14 years-ന് താഴെയുള്ള മക്കളെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയനിലേക്ക് നമ്മൾ വരുമ്പോൾ ആർട്ടിക്കിൾ 25-ൽ നമ്മൾ നോക്കുന്നത് റൈറ്റ് ടു പ്രാക്ടീസ്, പ്രൊഫസ് ആൻഡ് പ്രൊപ്പഗേറ്റ് എനി റിലീജിയൻ. ഓക്കെ, ഏതൊരു മതത്തിൽ വിശ്വസിക്കാം, അതിലെന്താ ആചാരങ്ങളൊക്കെ മുമ്പോട്ട് പോകാം, അതുപോലെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യാം, പ്രചരിപ്പിക്കാനുള്ള അവകാശം ഉണ്ട് എന്നുള്ളതാണ് ആർട്ടിക്കിൾ 25 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർട്ടിക്കിൾ 26 യെസ്, റൈറ്റ് ഓഫ് റിലീജിയസ് ഡിനോമിനേഷൻസ് ടു മാനേജ് ദെയർ അഫയേഴ്സ് ഇൻ മാറ്റേഴ്സ് ഓഫ് റിലീജിയൻ. റിലീജിയസ് ആയിട്ടുള്ള മാറ്റേഴ്സിൽ ഈ പറയുന്ന ഡിസിഷൻസ് ഒക്കെ എടുക്കാനുള്ള റൈറ്റ് ആണ് ഇതിൽ വരുന്നത്. ആർട്ടിക്കിൾ 26-ൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ആർട്ടിക്കിൾ 27-ലേക്ക് വരുമ്പോഴോ നോ പേഴ്സൺ ഷോൾ ബി കമ്പൽഡ് ടു പേ ടാക്സ് ഫോർ ദ പ്രൊഫഷൻ ഓഫ് റിലീജിയൻ. റിലീജിയൻസിന്റെ പേരിൽ ഒരാളെ കൊണ്ടും എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പൽസറി ടാക്സോ കാര്യങ്ങളോ എന്ത് ചെയ്യുന്നില്ല, വാങ്ങരുത് എന്നുള്ളതാണ് ഈ പറയുന്ന ആർട്ടിക്കിൾ 27 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 28-ൽ വരുമ്പോഴോ പ്രൊഹിബിഷൻ ഓഫ് ഇംപാർട്ടിംഗ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് എന്നുള്ളതാണ് നമുക്ക് ആർട്ടിക്കിൾ 28-ൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയനിലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കുറേ അധികം ആർട്ടിക്കിൾസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ ഓരോ ഫണ്ടമെന്റൽ റൈറ്റ്സിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്പർ ഓഫ് എന്തുണ്ട് മക്കളെ, യെസ്, ലൈക്ക് ആർട്ടിക്കിൾസ് ഉണ്ട്. ഈ ഓരോ ആർട്ടിക്കിൾസും എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ടും ഓരോ ആളുകൾക്കുമുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ എന്താ പറയുക, ഇപ്പൊ ഓരോ ആളുകൾക്കുമല്ല, ഓരോ ആർട്ടിക്കിളും ഓരോ മേഖല അല്ലെങ്കിൽ ഓരോ ഏരിയസിലും എന്താണ് അവർ എൻഷുർ ചെയ്യുന്നത് കൃത്യമായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ആർട്ടിക്കിൾ 28-ലേക്ക് വരുമ്പോൾ പ്രൊഹിബിഷൻ ഓഫ് ഇംപാർട്ടിംഗ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് ആണ്. എസ്പെഷ്യലി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ഈ പറയുന്ന എന്താ പറയുക, മതപരമായിട്ടുള്ള ബോധനമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നിരോധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നോ പേഴ്സൺ ഷാൾ ബി കമ്പൽഡ് ടു പേ ടാക്സ് ഫോർ ദ പ്രൊവേഷൻ ഓഫ് റിലീജിയൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നതാണ്, മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരാളെ കൊണ്ടും നിർബന്ധപരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ടാക്സോ കാര്യങ്ങളോ കളക്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ആർട്ടിക്കിൾ 29 കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റിലേക്ക് വരുമ്പോൾ ആർട്ടിക്കിൾ 29 എനി സെക്ഷൻ ഓഫ് സിറ്റിസൺസ് ഹാവിംഗ് ഡിസ്റ്റിങ് ലാംഗ്വേജ്, സ്ക്രിപ്റ്റ് ഓർ കൾച്ചർ ഹാവ് ദ റൈറ്റ് ടു കൺസർവ് ദ സെയിം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഏതൊരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക്, ഏതൊരു ന്യൂനപക്ഷങ്ങൾക്കും അവരുടെ ഭാഷയാവട്ടെ, ലിപിയാവട്ടെ, എന്തുമാവട്ടെ, അതിന് സംരക്ഷണം നൽകുക, അതിനെ സംരക്ഷിക്കാനുള്ള അവകാശം അവർക്ക് ഉണ്ട് എന്നുള്ളതാണ് ആർട്ടിക്കിൾ 29 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 30-ലേക്ക് വരുമ്പോൾ ഓൾ മൈനോറിറ്റീസ് ഹാവ് ദ റൈറ്റ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഏതൊരു മൈനോറിറ്റീസിനും ദർ ഓൺ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനും അത് നടത്തിക്കൊണ്ടുപോകാനും ഒക്കെ ഉള്ള എന്തുണ്ട്, അവകാശങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ആർട്ടിക്കിൾ 30 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർട്ടിക്കിൾ 32-ലേക്ക് വരുമ്പോഴോ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, റൈറ്റ്സ് ആൻഡ് റെമഡീസ് ടുഗദർ. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ്, മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ അതിന് റെമഡീസ് കാണാനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 32 നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ദീസ് ആർ ദ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് എൻഷുർഡ് ബൈ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു എസ്സേ വരാണെങ്കിൽ ഇത്രയും മക്കൾ എന്ത് ചെയ്യണം, എഴുതണം. സാറേ ഇത്രയൊക്കെ ഞങ്ങൾ എഴുതണമെന്ന് ആലോചിക്കുന്നുണ്ടാവും. വളരെ കുറച്ച് എഴുതാനുള്ളൂ. നമ്മളിപ്പോൾ കുറേ ടൈം പറഞ്ഞു എന്നേ ഉള്ളൂ. വളരെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളൂ, നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈസി ആയിട്ട് എന്ത് ചെയ്യുക, അത് എഴുതി എക്സാം അടിപൊളിയായിട്ട് മാറ്റുക. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്തൊരു എസ്സേ ക്വസ്റ്റ്യൻ കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ക്രിറ്റിസിസം എഗെയിൻസ്റ്റ് ഇന്ത്യൻ സെക്യുലറിസം ഫേസ് ചെയ്യുന്ന ചില ക്രിറ്റിസിസം ഉണ്ട് അല്ലേ. ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറയുമ്പോൾ സെക്യുലറിസം എസ്പെഷ്യലി നമ്മൾ വെസ്റ്റേൺ എന്നാണ് എന്ത് ചെയ്തിട്ട് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ധാരാളം പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഇന്ത്യയുടെ സോഷ്യൽ സിറ്റുവേഷൻ അനുസരിച്ചാണ് ഇത് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് നോക്കാം. എന്തായാലും ആന്റി റിലീജിയസ് ആണ് എന്നുള്ളതാണ് ഫസ്റ്റ്, മതവിരുദ്ധമാണ് എന്നുള്ളതാണ് ഒരു ക്രിറ്റിസിസം. It is argued that the Indian secularism threatens the religious identity. റിലീജിയസ് ആയിട്ടുള്ള മതപരമായിട്ടുള്ള എന്ത് ചെയ്യുന്നുണ്ട്, സ്വത്വത്തെ എന്ത് ചെയ്യുന്നുണ്ട്, ചോദ്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മതവിരുദ്ധമാണ് മതേതരത്വം എന്ന ആശയം എന്നാണ് ആര് പറയുന്നത്, ഈ പറയുന്ന വിമർശകർ പറയുന്നത്, അല്ലെങ്കിൽ ആരാണോ ക്രിട്ടിസൈസ് ചെയ്യുന്നത് അവർ പറയുന്നത്. പക്ഷേ ഇന്ത്യൻ മതേതരത്വം, മതസ്വാതന്ത്ര്യത്തെയും മതസ്വത്വത്തെയും എന്ത് ചെയ്താണ്, പ്രോത്സാഹിപ്പിക്കുകയാണ്, പ്രൊമോട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ബിക്കോസ് എല്ലാ കൈൻഡ് ഓഫ് റിലീജിയൻസിനെയും, ഇന്ത്യയിൽ എസ്പെഷ്യലി ഡൈവേഴ്സിറ്റിയുടെ ഒരു രാജ്യമാണ് ഇന്ത്യ അല്ലേ. അപ്പോൾ നമ്മൾ പറയുന്നത് ഇന്ത്യ ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ വൈവിധ്യങ്ങളുടെ രാജ്യമാണ് ഇന്ത്യ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് റിലീജിയസ് ഫോളോവേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ അക്കോമഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ എല്ലാ ആളുകൾക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസും എല്ലാ ആളുകൾക്കും ഈക്വൽ സ്റ്റാറ്റസും ഒരു പെർട്ടിക്കുലർ റിലീജിയന്റെ എന്താ പറയുക പെർട്ടിക്കുലർ സ്റ്റാറ്റസ് കൊടുക്കാതിരിക്കുമ്പോൾ മാത്രമേ ഇവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മെജോറിറ്റി മൈനോറിറ്റിയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് മറ്റൊരു ഗ്രൂപ്പിനെയോ ഡോമിനേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് തമ്മിൽ എത്നിക് വാറിനൊക്കെയുള്ള സിവിൽ വാറിനൊക്കെയുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ ഇതൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്രിറ്റിസിസം എന്ന് പറയുന്നത് ആന്റി റിലീജിയസ് ആണ്, മതപരമായിട്ടുള്ള സ്വത്വങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ്. പക്ഷെ നമുക്ക് ഈ പറയുന്ന ഡിഫറെന്റ് കൈൻഡ് ഓഫ് പീപ്പിൾസ് ലീവ് ചെയ്യുന്ന ഒരു കൺട്രി ആയതുകൊണ്ട് തന്നെ അവിടെ സെക്യുലറിസം മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും.
നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ വെസ്റ്റേൺ ഇമ്പോർട്ട് ആണ്, പാശ്ചാത്യ ഇറക്കുമതിയാണ്. ഇറ്റ് ഈസ് വെസ്റ്റേൺ ഇമ്പോർട്ട് ആൻഡ് നോട്ട് സ്യൂട്ടബിൾ ടു ഇന്ത്യൻ കണ്ടീഷൻസ് എന്നാണ് പറയുന്നത്. അതായത് ഇത് വെസ്റ്റേൺ എന്നാണ് ഇത് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ത്യൻ കണ്ടീഷൻ എന്തല്ല, സ്യൂട്ടബിൾ അല്ല. എസ്പെഷ്യലി നമ്മൾ നോക്കുകയാണെങ്കിൽ സെക്യുലറിസം എന്നുള്ള കോൺസെപ്റ്റ് വെസ്റ്റേൺ എന്നാണ് ഇമ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഇന്ത്യയിൽ വരുന്ന സമയത്ത് ലോട്ട്സ് ഓഫ് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. ബിക്കോസ് നമ്മുടെ സൊസൈറ്റിയിൽ അത് അപ്ലൈ ചെയ്യുമ്പോൾ വെസ്റ്റേണിലുള്ള അതേപോലെ ഇവിടെ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ അതിന് കുറേ അധികം എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്, ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് റിയാലിറ്റി. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് മതതത്വം ക്രിസ്തു മതവുമായി ബന്ധപ്പെട്ടതാണെന്നും ഇന്ത്യൻ സാഹചര്യത്തിന് യോജിക്കാത്തതാണെന്നും വിമർശനമുണ്ട്. ഇത് ശരിയല്ല. ഇന്ത്യൻ മതതത്വത്തിന് കേന്ദ്രബിന്ദു മതവും രാഷ്ട്രീയവും തമ്മിലുള്ള വേർതിരിവിനപ്പുറം വിവിധ മതസമൂഹങ്ങളുടെ സമാധാനപൂർണ്ണമായിട്ടുള്ള സഹവർത്തിത്വമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ഇന്ത്യൻ മതതത്വം ഒരിക്കലും എന്തല്ല ഒരു പെർട്ടിക്കുലർ റിലീജിയനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടല്ല. പല ആളുകളും പറയുന്നുണ്ട് വെസ്റ്റേൺ എന്നാണ് വന്നുള്ളത്, ക്രിസ്ത്യൻ മതവുമായി ബന്ധപ്പെട്ടതാണ് മതതത്വം. എസ്പെഷ്യലി നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരു പെർട്ടിക്കുലർ റിലീജിയന് മോർ ഇമ്പോർട്ടൻസോ അല്ലെങ്കിൽ ഒരു അപ് ഹാൻഡ് കൊടുക്കുന്നില്ല അല്ലെ. എല്ലാത്തിനെയും ഒരുപോലെ തന്നെ കാണുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഈ പറയുന്ന സെക്യുലറിസം എന്ന് പറയുന്നത്. അപ്പൊ ചില ആളുകൾ ഇങ്ങനെ വിമർശിക്കുന്നുണ്ട്, ഇത് വെസ്റ്റേൺ കോൺസെപ്റ്റ് ആണെന്നുകൊണ്ട് തന്നെ ഇത് ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റൂല എന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, വിമർശിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. ദെൻ മൈനോറിറ്റിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ്, അതായത് ന്യൂനപക്ഷങ്ങൾക്ക് മോർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സാഹചര്യങ്ങൾ വരാറുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇന്ത്യൻ സെക്യുലറിസം ഇസ് ദ എംപ്രൈസിംഗ് ഓഫ് മൈനോറിറ്റിസം. It is true that the Indian secularism advocate minority rights. Some are criticized that minority rights are causing some cost of others. Minority rights need to be nor should be viewed as special privileges. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യൻ ഈ പറയുന്ന സെക്യുലറിസം ചില പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് എന്തല്ല, മറ്റ് മതങ്ങളുടെ അവകാശങ്ങളെ ലംഘിക്കുക എന്നുള്ളതല്ല ഇന്ത്യൻ ഈ പറയുന്ന സെക്യുലറിസത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ റിലീജിയനെയും ഈക്വൽ ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ ഈ ആരെങ്കിലുമൊക്കെ ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ അപ്ലിഫ്റ്റ് ചെയ്താൽ മാത്രമേ ഇക്വാലിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങളുടെ അവകാശം സംരക്ഷിക്കാൻ വേണ്ടി കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ദെൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഇൻവെൻഷനലിസ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇടപെടലുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സസീവ് ഇന്റർവെൻഷൻസ് ഇൻ ദ റിലീജിയസ് ഫ്രീഡം ഓഫ് കമ്മ്യൂണിറ്റീസ്. ഇന്ത്യൻ സെക്യുലറിസം പെർമിറ്റ്സ് ദ സ്റ്റേറ്റ് സപ്പോർട്ടഡ് റിലീജിയസ് റിഫോം. ദ ഫാക്ട് ഈസ് ദാറ്റ് ദ സ്റ്റേറ്റ് ആക്ടിംഗ് ആസ് എ ഫെസിലിറ്റേറ്റർ ബൈ സപ്പോർട്ടിംഗ് ലിബറൽ ആൻഡ് ഡെമോക്രാറ്റിക് വോയിസസ് വിത്തിൻ ഈച്ച് റിലീജിയൻ. അപ്പോൾ മതസ്വാതന്ത്ര്യത്തിൽ രാഷ്ട്രം ഇടപെടുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇപ്പൊ വെസ്റ്റേൺ ഈ പറയുന്ന സെക്യുലറിസം നോക്കുകയാണെങ്കിൽ മതസ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ ആരും ഇടപെടുന്നില്ല, സ്റ്റേറ്റ് ഇടപെടുന്നില്ല, രാഷ്ട്രം ഇടപെടുന്നില്ല. ഓക്കെ, അവിടെ സ്റ്റേറ്റ് വേറെയാണ്, റിലീജിയൻ വേറെയാണ്. പക്ഷെ ഇന്ത്യൻ സെക്യുലറിസത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യ റിലീജിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇടപെടുന്നുണ്ട്. അതിനൊരു റീസൺ ഉണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ചില റിലീജിയസ് റീഫോംസിനൊക്കെ ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റുകൾ ഇടപെടുന്നുണ്ട്. അതിനുള്ള കാരണം എന്താ വെച്ചാൽ റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് ടു ഇക്വാലിറ്റി ഒക്കെ എൻഷുർ ചെയ്യുന്ന ഫണ്ടമെന്റൽ റൈറ്റിൽ കൃത്യമായിട്ടും അതിലേതെങ്കിലും ഒരു റൈറ്റ് ഡിനൈ ചെയ്യപ്പെടുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യേണ്ട വരും, കോൺസ്റ്റിറ്റ്യൂഷനെ ഈ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ് ഗ്യാരണ്ടി ചെയ്യേണ്ടതുണ്ട് കൊണ്ട് തന്നെ, പ്രൊട്ടക്ട് ചെയ്യേണ്ടതുണ്ട് കൊണ്ട് തന്നെ എന്ത് ചെയ്യേണ്ടി വരും, ഗവൺമെന്റിന് ഇടപെടേണ്ടി വരും. മനസ്സിലായ മക്കൾ? അതായത് ഇപ്പോൾ ചില അവകാശങ്ങളെയോ ലംഘിക്കുന്ന രീതിയിൽ മതം ഇടപെടുകയാണെങ്കിൽ, മതത്തിന്റെ അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള പ്രാക്ടീസസ് വരികയാണെങ്കിൽ അതിനെ അമെൻമെന്റ് ചെയ്യേണ്ടതിന്റെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കേണ്ടത് സ്റ്റേറ്റിനുണ്ട്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ ആരിടപെടുന്നുണ്ട്, ഗവൺമെന്റ് ഇടപെടുന്നുണ്ട്. നമ്മൾ പറയുന്ന പോലെ തന്നെ പല ഈ പറയുന്ന അൺടച്ചബിലിറ്റി അബോളിഷ് ചെയ്തു പോലെയുള്ള കാര്യങ്ങൾ. അപ്പോൾ റിലീജിയസ് ആയിട്ടുള്ള ചില വ്യൂസിനെ, എവിൾ പ്രാക്ടീസസിനൊക്കെ അബോളിഷ് ചെയ്യാനൊക്കെ ആരിടപെടാറുണ്ട്, ഈ പറയുന്ന സ്റ്റേറ്റുകൾ ഇടപെടാറുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ കേസിൽ റിലീജിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ആരിടപെടാറുണ്ട്, സ്റ്റേറ്റ് ഇടപെടാറുണ്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, എന്താ പറയാ, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ മതപരിഷ്കരണത്തെ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ സെക്യുലറിസം എന്ത് ചെയ്യുന്നുണ്ട്, ലൈക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അംഗീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദെൻ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു ക്രിറ്റിസിസം. അപ്പോൾ എൻകറേജ് ദ പൊളിറ്റിക്സ് ഓഫ് വോട്ട് ബാങ്ക്സ്. ദിസ് ഇസ് നോട്ട് എൻറ്റയർലി ഫാൾസ്. ഇൻ എ ഡെമോക്രസി ദർ ഇസ് നോ ഹാം ഇൻ പൊളിറ്റിക്സ് സീക്കിംഗ് വോട്ട്സ്. ദർ ഇസ് നത്തിങ് റോങ് വിത്ത് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് സച്ച് ആസ്, ബട്ട് ഓൺലി ഇൻ വിത്ത് ഫോം ഓഫ് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ദാറ്റ് ജനറേറ്റ് ഇൻജസ്റ്റിസ്. നമ്മളോട് പറയുന്നുണ്ട് മറ്റൊന്ന് വോട്ട് ബാങ്ക് രാഷ്ട്രീയമുണ്ട് എന്നുള്ളതാണ്. അതായത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പെർട്ടിക്കുലർ റിലീജിയനെ മാത്രം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കാസ്റ്റിനെ മാത്രം കണ്ടുകൊണ്ട് ചില പൊളിറ്റിക്കൽ പാർട്ടീസ് കൂടുതൽ എന്ത് ചെയ്യാറുണ്ട്, അവർക്ക് കൂടുതൽ പ്രിവിലേജസോ കാര്യങ്ങളോ കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ വോട്ടുകൾ മാക്സിമം കൈക്കലാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊന്ന് വരുന്നത്. അപ്പോൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതിന് നമ്മൾ പറയുന്നത് ജനാധിപത്യ വ്യവസ്ഥയിൽ രാഷ്ട്രീയക്കാർ വോട്ട് ചോദിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല.
പക്ഷെ രാഷ്ട്രീയ ഒരു സംഘം ജനങ്ങളെ സ്വാധീനിക്കുന്നതോ പുതിയ നയങ്ങൾ നടപ്പാക്കുമെന്ന് വാഗ്ദാനം നൽകുന്നത് തെറ്റായ കാര്യമല്ല നമുക്ക് കാണാൻ പറ്റും. അതേസമയം തന്നെ ഈ പറയുന്നത് പോലെ തന്നെ ചില സമയങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട്, ഇത് അതിക്രമിച്ചു പോകാറുണ്ട് എന്നുള്ളത് റിയാലിറ്റിയാണ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ റിലീജിയനെ കാണുക, അല്ലെങ്കിൽ പറഞ്ഞ പെർട്ടിക്കുലർ ഗ്രൂപ്പ്സ് പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ഗ്രൂപ്പ്സിനെ അഡ്രസ് ചെയ്യുകയോ അവർക്ക് സൊല്യൂഷൻ കണ്ടെത്തി തരാ എന്ന് പ്രോമിസ് ചെയ്യുകയൊന്നും ചെയ്യുന്നത് തെറ്റില്ല. പക്ഷെ ഒരു പെർട്ടിക്കുലർ റിലീജിയന് മാത്രം അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിന് മാത്രം മോർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പ്രശ്നമാണ്. പക്ഷെ ഇന്ത്യൻ സെക്യുലറിസത്തിൽ അങ്ങനെ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി. ഓക്കെ, then the last one, ഇമ്പോസിബിൾ പ്രോജക്റ്റ് ആണ്, അസാധ്യമായിട്ടുള്ള പദ്ധതിയാണ്. ഇന്ത്യൻ സാഹചര്യത്തിൽ മതേതരത്വം ഒരു അസാധ്യമായ പദ്ധതിയാണ് എന്ന് ചില ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പോസിബിൾ ആയിട്ടുള്ള പ്രോജക്റ്റ് ആണ് സെക്യുലറിസം ചില ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട്. മതേതരത്വം ഇന്ത്യയിൽ അസാധ്യമായ ഒരു പദ്ധതിയാണെന്ന് വിമർശനമുണ്ട്. എല്ലാ മതവിഭാഗങ്ങളും സമാധാനത്തോടെ ഒരുമിച്ച് ജീവിക്കുന്നതാണ് ഇന്ത്യയുടെ ചരിത്രം. ഈ വിമർശനത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. അപ്പോൾ ഇന്ത്യയിൽ മതേതരത്വം പോസിബിൾ അല്ല എന്ന് പറയുന്ന ആളുകളോട് കൃത്യമായിട്ട് മറുപടി പറയുന്നത് എന്താണ്, ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യൻ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ കൈൻഡ് ഓഫ് റിലീജിയൻസിനെയും അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക അസഹിഷ്ണുതയും ഇല്ലാതെ കൃത്യമായിട്ടും എല്ലാ ആളുകളെയും റെസ്പെക്ട് ചെയ്യുന്ന ഒരു കൾച്ചറാണ് ഇന്ത്യൻ കൾച്ചർ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ എന്ത് പോസിബിൾ ആണ്, സെക്യുലറിസം എന്നുള്ള കോൺസെപ്റ്റ് പോസിബിൾ ആണ്. അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള എസ്സേ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് അത്യാവശ്യം ലെങ്തി ആയിട്ടുണ്ട് ക്ലാസ്. അപ്പോൾ ഒന്ന് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചായിരുന്നു. ദെൻ വെസ്റ്റേൺ കൾച്ചർ ആയിട്ടുള്ള അല്ലെങ്കിൽ വെസ്റ്റേൺ കോൺസെപ്റ്റ് ആയിട്ടുള്ള സെക്യുലറിസം ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ ഫേസ് ചെയ്ത പ്രോബ്ലംസ് ആയിരുന്നു. ഈ 2 കോൺസെപ്റ്റ് ആണ്, 2 എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. മക്കളൊക്കെ എല്ലാവർക്കും സെറ്റ് ആയിട്ടുണ്ടോ? ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊന്ന് കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം മക്കളെ. താങ്ക് യു ഓൾ, ബൈ.